കുര്യച്ചനോ? അതേടാ കുരിച്ച്? ആ ഹോട്ടലെടുത്തുന്ന കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒരു നീണ്ട ഡയലോഗ്, വടക്കൻ വീരഗാഥയിലെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഏത് യുവതാരത്തിന് അതുപോലെ പറയാൻ പറ്റും? എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. എന്നാൽ ഇപ്പോൾ അത് മാറ്റി പറയേണ്ട സമയമായി. ഒറ്റ സിനിമ മതി കളിയാക്കിയവരുടെ അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. ചിത്രം 100 കോടി പിന്നിട്ട് കഴിഞ്ഞു. ഗംഭീര കളക്ഷനാണ് ഇപ്പോഴും ചിത്രത്തിന് ലഭിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ റൈസ് ഓഫ് എ ഹീറോ, പുള്ളി ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഹെവിയാണ് ഈ ക്യാരക്ടർ. ഒന്ന് കാണേണ്ട ഇടി, നാട്ടിൽ ഇങ്ങനൊരു ഇടി നമ്മൾ കണ്ടിട്ടില്ല. ഒടുക്കത്തെ ഇടി. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, ഓറ. അഭിനയത്തിന് 2-3 രീതികളുണ്ട്. നാച്ചുറൽ ആക്ടിംഗ് ഉണ്ട്, മെത്തേഡ് ആക്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈസി ആക്ടിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് പോട്ടലാമു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? ഒരു സാധനം പടച്ചുണ്ടാക്കി, വയലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊരു സാധനം പടച്ചുണ്ടാക്കി, എന്നിട്ട് അത് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്കാരത്തിനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോൾ ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക വായിലെ പല്ലടിച്ച് നിർത്തണം. ഉദാഹരണം കണ്ട സെന്റിമെന്റ്സ് കാണിക്കല്ലേ? നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ഫ്ലാഷ് ബാക്ക്. ഒരു ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. എന്താ ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് ആവണ കാണോ? എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ. തന്റെ മുഖത്തുണ്ടാ ഒരു കള്ള ലക്ഷണം. ഞാനിപ്പോ വളരെ ഡീസന്റ് നല്ല ആളാ. ഇങ്ങനെ പറഞ്ഞപ്പോ അത് ഉണ്ണിച്ചേട്ടൻ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോൾ നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു, നമ്മുടെ വ്യക്തിത്വം പോകുന്നു, നാം അല്ലാതാവുന്നു. ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? എനിക്കിഷ്ടപ്പെട്ട സിനിമയല്ല, എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? വയലൻസ് കാണാൻ താല്പര്യമുള്ള ആളുകൾ കണ്ടാൽ മതി. ഇത് അല്ലാതെ ലോലഹൃദയത കാണണ്ട. അത് കൃത്യമായിട്ട് ഗവൺമെന്റ് അത് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ആളുകൾ തന്നെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. കില്ല ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യം എന്താ? എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. അത് പോരാ. അയ്യോ അത് മതി. ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അനിമൽ കണ്ട ശേഷം കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ ഭ്രാന്തായി പോയത്. എനിക്ക് അത്രയൊന്നും കാണാനുള്ള ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് കഴിവില്ല. എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. എത്ര 100 കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാൽ മതി. അങ്ങനെ 100 കോടി ഒന്നും കയറുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇവനെ കളിയാക്കരുതെന്ന്. ഇനി മേലിനെ കളിയാക്കാൻ ഞാൻ വല്ല ട്രോളാർക്കും പിടിച്ചു കൊടുക്കും. എനിക്കിഷ്ടമല്ലാതെ പറയാമല്ലോ. എന്റെ സിനിമ ഇഷ്ടമല്ലാതെ എത്ര പേര് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. തലക്കോളമാണെങ്കിൽ ലീവെടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞ അതും കേൾക്കുകയാണ്. അത് സമൂഹത്തിന് കൊടുക്കുന്ന റോങ് സന്ദേശം തന്നെയാണ്. അയ്യോ പറയണ്ടേ? എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്. ഒന്ന് പോടോ മാപ്പിളെ. എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? ഞാനേതൊരു സിനിമ ചെയ്തില്ല, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വെച്ചു. അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല. എനിക്ക് അതിന് കഴിവില്ല. എന്റെ കയ്യിൽ അവന് കിട്ടിയേ ഞാൻ അവന് വെടിവെച്ച് കൊല്ലണം. അപ്പൊ അതിന് ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല.
ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. അതാ നിന്റെ വിഷമം. ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമാണ് ഇത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി എത്രയാണ്? 4-3-7 ഇതറിയാനാണോ താൻ നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്? ഞാൻ കണക്കിൽ വീക്കാ. ഞങ്ങളുടെ കല്ലുണ്ടാ വീക്ക്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ 100 കോടി ക്ലബ്ബ് 100 കോടി ക്ലബ്ബിൽ വരണമെങ്കിൽ എത്ര പേര് കാണും? 5 എത്രയാ? എടോ 5 മണി ചൊല്ലിച്ച് പോലീസിനെ കണക്കൊടുപ്പിക്കുക. ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കറിയാം. എനിക്കിപ്പോൾ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. 1 കോടി ജനം കണ്ടാൽ 40 കോടി ആളുകളിലെ 40 കോടി രൂപയിലേ വരത്തുള്ളൂ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 100 രൂപ മുടക്കുന്ന ഒരു ടിക്കറ്റിൽ 27 രൂപ സർക്കാരിന്റെ ഇതിന് പോകും. ഓ നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. ബാക്കി കിട്ടുന്ന 73 രൂപയിൽ 60-40 ആണ് ആദ്യത്തെ ആഴ്ച. 60% ഡിസ്ട്രിബ്യൂട്ടർക്കും 40% തിയേറ്ററുകാർക്കും. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ. എന്തിനാണ് ഇങ്ങനെ പുളുവടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സുകാരെ കൊണ്ടുവരാതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കറിയാം. എനിക്കിപ്പോൾ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പിള്ളയ്ക്ക് ചരക്കാൻ. കൊഞ്ചം അങ്ക പാറുക്കണ്ണ. ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടി. സിനിമയിൽ മാറ്റം വരണമെന്നെങ്കിൽ പ്രേക്ഷകന്റെ അഭിരുചി മാറിയാലേ പറ്റൂ. ഞാൻ ഈ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച സിനിമ ചെയ്യുന്ന ഒരാളാണ്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഞാൻ വന്നപ്പോ മുതലെല്ലാ ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി.